നമസ്കാരം. വാർത്തകളുമായി അവർ ടി വി 24/7. ബഹറിൻ രാജാവിന് സിംഹാസനാരോഹണ വാർഷികത്തിൽ UAE നേതാക്കൾ ആശംസകൾ നേർന്നു. UAE ഇറാൻ നേതാക്കൾ മേഖലാ സമാധാനം ചർച്ച ചെയ്തു. മസാല ബോണ്ട് കേസ് ED നടപടികൾക്കെതിരെ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ. നമസ്തേ ഇന്ത്യ, സ്നേഹത്തിനും ആതിഥേയത്വത്തിനും നന്ദി. ഇന്ത്യ സന്ദർശനത്തിലെ നിമിഷങ്ങൾ പങ്കുവച്ച് മെസ്സി. മന്ത്രി സജി ചെറിയാന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. വാമനപുരത്ത് വെച്ച് ടയർ ഊരിത്തെറിച്ചു. ദുരൂഹത സംശയിക്കുന്നുവെന്ന് മന്ത്രി. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഡിസംബർ 31-ന് ചിറയൻകീഴ്, വർക്കല 2 താലൂക്കുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം ഇതുവരെ ആകെ വരുമാനം 210 കോടി രൂപയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട് ED സമർപ്പിച്ച ഹർജി വിധി മറ്റന്നാൾ. ശബരിമല സ്വർണ്ണക്കടത്ത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ അറസ്റ്റിൽ. ഫഹദ് ബിൻ ഈസ അൽ ഖലീഫയുടെ സിംഹാസന ആരോഹണ വാർഷികത്തിൽ UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തിന് ആശംസാ സന്ദേശം അയച്ചു. ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ എന്നിവർ ഫഹദ് രാജാവിന് സന്ദേശങ്ങൾ അയച്ചു. ഇറാൻ രാഷ്ട്രപതി ഡോക്ടർ മസൂദ് പെസഷ്കിയാനും മിഡിൽ ഈസ്റ്റിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും പ്രാദേശിക സമാധാനത്തിലും സുരക്ഷയിലും അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. മസാല ബോണ്ട് കേസിൽ ലംഘനം നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. 4 മാസത്തേക്കാണ് സ്റ്റേ. മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും കിഡ്ബിക്കും ആശ്വാസമാകുന്ന തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കിഫ്ബിയുടെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ട കാര്യമുണ്ടെന്നാണ് കേസിലെ തുടർ നടപടികൾ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ജസ്റ്റിസ് VG അരുൺ വ്യക്തമാക്കിയത്. ഗോ ടൂർ 2025 എന്ന പേരിൽ 3 ദിവസത്തെ പര്യടനത്തിന് പിന്നാലെ ഇന്ത്യക്കാർക്ക് നന്ദി അറിയിച്ച് അർജന്റീനിയൻ ഇതിഹാസ താരം ലയണൽ മെസ്സി. പര്യടനത്തിനുടനീളം ഇന്ത്യക്കാർ നൽകിയ സ്നേഹത്തിനും ആതിഥേയത്വത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചു. ഇന്ത്യൻ പര്യടനത്തിനിടയിലെ ഇന്ത്യയിലെ ചില നിമിഷങ്ങൾ കോർത്തിണക്കിയുള്ള വീഡിയോയും പങ്കുവച്ചു. ഇന്ത്യൻ ഫുട്ബോളിന് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയും മെസ്സി പങ്കുവച്ചു. ഇനിയും ഇന്ത്യയിലേക്ക് എത്തുമെന്നും മെസ്സി സ്പാനിഷ് ഭാഷയിൽ വ്യക്തമാക്കി. ഇന്റർ മിയാമി ടീമിലെ സഹതാരങ്ങളായ ലൂയി സുവാരസ്, അർജന്റീന ലോകകപ്പ് താരം റോഡ്രിഗോ ഡി പോൾ എന്നിവരും മെസ്സിയോടൊപ്പം ഇന്ത്യയിലെത്തിയിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.